ഹലോ ഗൈസ്, ഇന്നലെ റിലീസായ മന്ദാകിനി എന്നുള്ള സിനിമ ഇന്ന് രാവിലെ പോയി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അൽത്താഫ് അനാർക്കിലേക്ക് ലീഡ് റോൾ ചെയ്തിട്ടുള്ള വിനീത് തട്ടിലൊക്കെ ഉള്ള സിനിമ. അപ്പൊ നേരെ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൽ ഒന്നാമത്തെ പോസിറ്റീവ് പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത് ഒരു ഡയറക്ടേഴ്സ് റീയൂണിയൻ പോലെയൊക്കെ ഫീൽ ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജൂഡ് ആന്റണി ഉണ്ട്, ലാൽ ജോസ് ഉണ്ട്, പിന്നെ നമ്മുടെ ജിയോ ബേബി, അജയ് വാസുദേവ്, അൽത്താഫ്, അങ്ങനെ കുറെ ആൾക്കാർ, കുറെ ഡയറക്ടേഴ്സ് ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണിത്. അതുപോലെ തന്നെ വിനോദ് രീലി എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് ഡയറക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് പെർഫോം ചെയ്തേക്കുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും വന്നിട്ട് പോയ ചെറിയ ചെറിയ റോൾസിൽ വന്നിട്ട് പോയവർ പോലും പീക്ക് ലെവലായിരുന്നു. കാര്യം എല്ലാവരും അവരുടേതായിട്ടുള്ള മീറ്ററിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് എടുത്തു പറയേണ്ടത് വിനീത് തട്ടിലിന്റെ കാര്യമാണ്. അതായത് ഈ ക്യാരക്ടറിൽ അൽത്താഫിന്റെ അളിയനായിട്ട് അഭിനയിക്കുന്ന ഒരാളുണ്ട്. പുള്ളി വേറെ ലെവലാണ്. അങ്ങനെ കുറെ പേര് പെർഫോം ചെയ്തിരിക്കുന്നവരുടെ എല്ലാം പേരെടുത്ത് പറയുന്നില്ലെന്നുള്ള എല്ലാവരും കിടിലമായിരുന്നു. ഇതൊരു നല്ല കൊച്ചു സിനിമയാണ്. നമുക്ക് ഒരുപാട് ചിരിക്കാനുള്ള, നമുക്ക് ഒരുപാട് അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള കുറെ എലമെന്റ്സ് ഒക്കെ ഉള്ള നല്ലൊരു കൊച്ചു സിനിമയാണ്. തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കാശ് മസ്റ്റായിട്ടും വർത്താണ്. കാര്യം എന്താ പറയാ, നമ്മൾ ഈ ചിരി കുത്തിക്കയറ്റുന്നതല്ല, നാച്ചുറൽ ആയിട്ട് ഓരോ എക്സ്പ്രഷൻ വൈസ് ചെയ്തിട്ടൊക്കെ നമ്മൾ അത്രത്തോളം ചിരിപ്പിക്കുന്ന കുറെ എലമെന്റ്സ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞാൽ നിർത്താം. അതായത് ഈ അടുത്തൊക്കെ നമ്മൾ കുറെ വാർത്തകളിൽ അവിടെ ഇവിടെയും കണ്ടിട്ടുണ്ടല്ലോ, മലയാള സിനിമകളിൽ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞു വരുന്നു, സ്ത്രീകളില്ല, സ്ത്രീകൾ എലമെന്റ്സ് ഒന്നും വരുന്നില്ല എന്ന് അങ്ങനെ പറയുന്നവരുടെ അടുത്താണ് നിങ്ങൾ ഇങ്ങനെയുള്ള കൊച്ചു സിനിമകൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണാം. കാരണം ഈ സിനിമയിൽ സ്ത്രീകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്ത്രീകൾ ഹാൻഡിൽ ചെയ്യുന്ന കുറെ കോമഡി സെക്ഷൻസ് ഉണ്ട്, അവരുടെ കുറെ മാസ് എലമെന്റ്സ് ഉണ്ട്. അങ്ങനെ സ്ത്രീകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറെ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നവരുടെ അടുത്താണ് നിങ്ങൾ ഇങ്ങനെയുള്ള കൊച്ചു സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പേജിലൊക്കെ പങ്കുവെച്ച് കുറെ ആൾക്കാർ ഈ സിനിമ കാണാനുള്ള ഒരു സാധ്യത നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പം അല്ലാതെ വെറുതെ കിടന്ന് അവിടെ ഇവിടെ കിടന്ന് വാദോരാതെ സംസാരിക്കുന്നത് കൊണ്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള സിനിമകളെ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതും ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് മാറുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്നുമല്ല, ഇത് നല്ലൊരു കൊച്ചു സിനിമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സിനിമയുടെ മ്യൂസിക് ആവട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവട്ടെ, കഥയാവട്ടെ, ഡയറക്ഷൻ ആവട്ടെ, ഇതിനകത്ത് പെർഫോം ചെയ്തേക്കുന്നവരുടെ എല്ലാവരുടെയും കാര്യം എല്ലാം കൊണ്ടും എനിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് തിയേറ്ററിൽ പോയി കണ്ട് കുറച്ച് ആസ്വദിച്ച് നല്ല രീതിയിൽ ചിരിക്കാൻ പറ്റിയ കുറെ എലമെന്റ്സ് ഉള്ള നല്ലൊരു കൊച്ചു സിനിമയാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അതല്ല കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തേക്കുക. ഓക്കെ, ബൈ.